മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നാശമടഞ്ഞവരുടെ ലക്ഷണമാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ മാർഗം, ആ മാർഗമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന് 3 ഭാഗങ്ങളുണ്ട്. 1 ശരീഅത്താണ്, 2 ത്വരീഖത്താണ്, 3 ഹഖീഖത്താണ്. മഹാനരായ സൈനുദ്ദീൻ അൽ-മഅ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്ന ത്വരീഖ ശരീഅത്തുൻ വ ത്വരീഖത്തുൻ വ ഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസ്ലിലാ വശരീഅത്തുൻ കസഫീനത്തുൻ വത്വരീഖത്തുൻ കൽബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറൻ അലാ. ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ അൽ-മഅ്ബരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മുൻഗാമിയായ സൈനുദ്ദീൻ അൽ-മഅ്ബരി ഒന്നാമൻ അവിടുന്ന് ഉണ്ടാക്കിയതല്ലേ ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാനുള്ള, പടച്ച തമ്പുരാനോട് ഇണങ്ങാനുള്ള, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗം. ആ മാർഗമേതാണ്? ശരീഅത്തുൻ. 1 ശരീഅത്താണ്, 1 ശരീഅത്താണ്, മറ്റൊന്ന് ത്വരീഖത്താണ്, മറ്റൊന്ന് ഹഖീഖത്താണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകളെ മാനിക്കലാണ്. നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക, സകാത്ത് കൊടുക്കുക, കള്ളം പറയാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, മോഷണം നടത്താതിരിക്കുക, വൈകൃതങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, നല്ല നല്ല കാര്യങ്ങളുമായി ജീവിതത്തെ ക്രമീകരിക്കുക. ഈ തുടങ്ങിയ നിയമ പദ്ധതികൾ, ഇസ്ലാമിന്റെ മൂല്യപ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വിഷയങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, ആ കാര്യമാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്തിന്റെ വിഷയം അത് കർമ്മപരമായ വിഷയമാകുമ്പോൾ അതിന് ഫിഖ്ഹ് എന്ന് പറയും. അത് പഠിച്ചവരെ ഫഖീഹ് എന്ന് വിളിക്കും. ആ ഫഖീഹ് എന്ന പ്രയോഗം പഴയ കാലങ്ങളിലുള്ള ഗ്രന്ഥങ്ങളിൽ അതിന്റെ വ്യാപകാർത്ഥം മാനിച്ചുകൊണ്ട് അതിന് പറയാറുള്ളത് മുജ്തഹിദുകളായ ഇമാമുകൾക്കാണ്. സാധാരണ ഒരു പ്രയോഗം, പൊതുപ്രയോഗം കൊണ്ട് കർമ്മശാസ്ത്രപരമായി പഠനം നടത്തിയ ആളുകൾക്കും ഫഖീഹ് എന്നും പറയും. 2 പ്രയോഗവും ബഹുമാനപ്പെട്ട അല്ലാമ അഹ്ദൽ തങ്ങൾ അവിടുത്തെ ഉംദത്തുൽ മുഫ്തി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്രയോഗവും അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്രയോഗവും അല്ലാമ സർകശി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബുർഹാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രയോഗം അറിയാതെ പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലുമുള്ള വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞു ഫഖീഹ് മുജ്തഹിദാകണം, ഒരാൾ പറഞ്ഞു ഇന്നാൾ വലിയ ഫഖീഹാണ്, ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ച് ക്ലിപ്പിട്ട കുഞ്ഞുട്ടികളെ, നിങ്ങൾ എവിടെയാണ് ഗ്രന്ഥം കണ്ടത്? ക്ലിപ്പില്ലെങ്കിൽ കടപ്പുറത്തേക്ക് പോയാൽ രാവിലെ അടുത്ത തരം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും ആൾക്കാർ. സമജിദാർക്കിലെ ഇഷാറ കാഫിയെ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ സമുദായത്തെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഫഖീഹ് എന്നാൽ എന്ത് എന്ന് പഠിക്ക്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ന് പഠിക്ക്. ഫഖീഹ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രയോഗമുണ്ടെന്ന് പഠിക്ക് എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് പഠിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. പഠിപ്പിച്ചു തരാൻ പറ്റുന്നവരില്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ ഒഴിയുന്ന വന്യരായ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർ എമ്പാടുമുണ്ട് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ശരീഅത്ത് എന്താണെന്ന് പഠിക്കുക, വിധിവിലക്കുകളെ മാനിക്കുക. സൈനുദ്ദീൻ അൽ-മഅ്ബരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വശരീഅത്തുൻ അഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹിയിൻ ജലാ. യജമാനനായ റബ്ബിന്റെ ദീനിനെ മുറുകെ പിടിക്കലാണ്. അതിനെ ഉപമിച്ചതോ വശരീഅത്തുൻ കസഫീനത്തിൻ, ഒരു കപ്പൽ പോലെയാണ്. ആ കപ്പലിലുള്ള പ്രയാണയാത്ര പോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭൗതിക ലോകത്തെ ജീവിതത്തെ പറ്റി പറഞ്ഞതും, യാ അബാദറിൻ ജദ്ദിദി സഫീനത ഫഇന്നൽ ബഹറ അമീൻ,
ഓ അബൂദർറേ, കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തേക്കുക, കപ്പലിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ തീർത്തേക്കുക. കാരണം പ്രയാണം ചെയ്യാനുള്ള യാത്ര, ഈ ജീവിതം എന്ന് പറയുന്നത് അത് വിശാലമായ ആപൽക്കരമായ അവസ്ഥകളുള്ള ഒരു പ്രദേശമാണ്. അപകടകരമായ ഒരു സമുദ്രത്തിലൂടെ യാത്ര പോകുന്നത് പോലെയാണ്. ശരീഅത്താകുന്ന വിഷയങ്ങളുമായി ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിലൂടെ നടക്കൽ. അദ്ദീനു ഫീഹി ബിഹുക് മിൽ ജംരി ഖാബിലുഹു ബിനാരി ദുനിയാഹു ബൈനന്നാസി മസ്ഊലു. അപ്പോൾ ഇതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ഈ ശരീഅത്തിന്റെ മേഖലയിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സഞ്ചരിച്ചത്. അതിലൂടെയാണ് നമ്മെ വഴി നടത്തിയത്. ഈ ശരീഅത്തിന്റെ വിഷയങ്ങളിൽ അവഗാഹം നേടുകയും ഈ ശരീഅത്തിന്റെ വിഷയങ്ങൾ പൂർണ്ണമാക്കുകയും ചെയ്താൽ 4 കടമ്പകൾ പിന്നിടുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്തി ക്വാളിഫിക്കേഷൻ എന്തിന്? ത്വരീഖത്തിന്റെ മേഖലയിൽ അവരുടെ കാല് വെക്കാൻ ഈ കടമ്പകൾ പിന്നിടുമ്പോഴാണ് എത്തുന്നത്. മഹാന്മാരായ അൽഫുസാനി തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഖാലിദുൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ ആ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ശരീഅത്ത് എന്ന് പറയുന്ന ആ കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോ ത്വരീഖത്ത് എന്ന് പറയുന്നത് കൽബഹരിയത് കടൽ പോലെയാണ്. അതാ ചില കള്ളത്വരീഖത്തുകാർ പറഞ്ഞത്. എന്ത്? ചില ആളുകൾ പറയാറുണ്ട്, ഈ കപ്പലിൽ നിന്ന് മുത്ത് കിട്ടണമെങ്കിൽ കടലിലേക്ക് ഇറങ്ങണമല്ലോ. ഇതേപോലെ ശരിക്ക് ഹക്കീക്കത്ത് കിട്ടണമെങ്കിൽ ശരീഅത്തിൽ നിന്ന് ഇറങ്ങി ചില അഡ്ജസ്റ്റ്മെന്റുകളും സംഗതികളൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് ചില തരീഖത്തുകാർ പറയുന്നത് കാണാം. 4 മഹാന്മാര് പറഞ്ഞു, അത്വരീഖത്തു ബൈത്തുൻ വശരീഅത്തു ബാബുൻ. അങ്ങനെയാണ്. ശരീഅത്ത് എന്ന കവാടത്തിലൂടെയാണ് ത്വരീഖത്ത് എന്ന് പറയുന്ന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് മഹാന്മാര് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. ചില ആളുകൾ മനസ്സിലാക്കിയത് അസറിന്റെ ശേഷം 2 കിതാബിന്റെ വരി നോക്കിയിട്ട് ഓതിപ്പടിച്ച് വന്നിട്ട് ഇവിടെ പറഞ്ഞത് അങ്ങോട്ട് പേക്കാണ്. എന്താ സുഹൃത്തുക്കളെ, അവനാന്റെ സ്വഭാവം വിളിച്ചറിയണം. അങ്ങനല്ലല്ലോ വേണ്ടത്. കിതാബുകളൊക്കെ ഒരുപാടില്ലേ. കിതാബിൻ്റെ വിഷയം, കിതാബ് ഓതിപ്പടിച്ചു വരാനൊക്കെ ഓരോരുത്തർ വെല്ലുവിളിക്കണം. നമുക്ക് പറയുന്നത് തലം എണ്ണേക്കണമെന്ന കിതാബ് എല്ലാവർക്കും കിട്ടും, നോക്കാനും പറ്റും. എന്തേലും വിളിച്ചറല്ല വേണ്ടത്. പറയുന്നത് മൂല്യവത്താവണം, പറയുന്ന വിഷയം സുതാര്യമാവണം, ഇടത്തും വലത്തും മലക്കുകളുണ്ട് എന്ന ചിന്തയോടുകൂടെ സംസാരിക്കണം. ആ ബോധം അള്ളാഹു നമുക്കും അവർക്ക് പ്രത്യേകിച്ചും നൽകുമാറാവട്ടെ. സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ ത്വരീഖത്ത് എന്ന് പറയുന്നത് അസ്സൈറത്തുൽ മുഖ്തസതു ബിസ്സാലികീന, അള്ളാഹുവിന്റെ മാർഗങ്ങളിലേക്ക് നിശ്ചിതമായ ഉപാധികളോട് കൂടെ പോവാൻ കരുതുന്ന ആളുകൾക്ക് പോവാനുള്ളൊരു പ്രത്യേക സരണിയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ ത്വരീഖത്തിന്റെ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻകഴിഞ്ഞ സാദാത്തുക്കൾ, ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലെ, സരീഉസ്സഖ്തി റളിയല്ലാഹു അൻഹുവിനെ പോലെ, സൈനുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ പോലെ അങ്ങനെയുള്ള മഹാരഥന്മാർ അവരെ കാണിച്ചു തന്ന ആശയമാണ്, പ്രസ്ഥാനമാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ ത്വരീഖത്ത് ഇന്നത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ 2 വിധം ത്വരീഖത്ത് കാണുന്നു. അത്വരീഖത്തുർ റഹ്മാനിയ വത്വരീഖത്തു ശൈത്വാനിയ. ഒരു ത്വരീഖത്ത് റബ്ബാനിയായ ത്വരീഖത്താണ്, അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന ത്വരീഖത്താണ്. മറ്റൊരു ത്വരീഖത്തോ ശൈത്വാന്റെ ത്വരീഖത്താണ്. ആ മാർഗത്തെ തൊട്ട് പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലും അതുപോലെ അയിമ്മത്തുകളും പഠിപ്പിച്ച ആശയാദർശങ്ങളിലൂടെ നടക്കുന്ന ത്വരീഖത്തേതോ ആ ത്വരീഖത്താണ് ശരിയായ ത്വരീഖത്ത്. അതുകൊണ്ടാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ നളർത ഇലാ അഹദിൻ, നീ ഒരാളിലേക്ക് നോക്കുന്നു, അവൻ യതീറു അലൽ ഹവായി,
അന്തരീക്ഷത്തിലൂടെ അവൻ പറക്കുന്നുണ്ട്, ഔ യംശി അലൽ മായി, അതല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ അവൻ നടക്കുന്നുണ്ട്. എങ്കിലൊന്നും നിങ്ങൾ അവരെ അംഗീകരിക്കരുത്. ഹത്താ തൻദുറൂ അഹ്വാലഹു, എങ്ങനെയാണ് ശരീഅത്തിന്റെ വിധിവിലക്കുകൾ നടക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ജീവിത വിശുദ്ധി എന്ന് നോക്കണം. നിങ്ങൾ നോക്ക്, മഹാനരായ അല്ലാമ അബൂ യസീദ് അൽ ബസ്താനി റളിയല്ലാഹു അൻഹു അത്ഭുത സംഭവങ്ങളെ കൊണ്ട്, കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ട ഒരു വലിയ മഹാനുണ്ടെന്ന് കേട്ടപ്പോൾ അയാളെ അടുക്കലൊന്ന് പോവാം, ആവശ്യമെങ്കിൽ ത്വരീഖത്ത് സ്വീകരിക്കാം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയപ്പോ ഖിബ്ലക്ക് നേരെ കാല് നീട്ടിയിരിക്കുന്നതങ്ങ് കണ്ടു. അതോടുകൂടെ മുന്നിലേക്ക് തുപ്പുന്നതും ശ്രദ്ധയിൽപ്പെട്ടപ്പോ അങ്ങനെ തുപ്പൽ കറാഹത്താണ്, പക്ഷേ അദബിന്റെ ലംഘനമാണ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അദബല്ലേ, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള തുപ്പൽ ശരിയല്ല. ഖിബ്ലക്ക് നേരെയുള്ള കാല് കെട്ടിയത് അത് വലിയ അദബിന്റെ ലംഘനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇയാൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നത് അവാരിഫുൽ മആരിഫിലുണ്ട്. ഖാലൽ ഇമാമു സുഹ്റവർദി ഖുദ്ദിസ സൈനുദ്ദീൻ അൽ മഅ്ബരി റളിയല്ലാഹു അൻഹു അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ, നോക്കാൻ വേണ്ടി നിർദ്ദേശിച്ച അവാരിഫുൽ മആരിഫിലുള്ളതാണ്. അതിലുള്ള വിഷയമാണ്. ഒന്ന് മുന്നോട്ട് തുപ്പിയിട്ടേയുള്ളൂ, തിരിഞ്ഞിങ്ങോട്ട് പോന്നു അല്ലേ? പിന്നുണ്ടോ സുബൈക്കരിക്കാത്ത ആൾക്കാർക്ക് തരീക്കത്ത്? ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിത വിശുദ്ധി ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറയാം. വലിയ പ്രശ്നം വിശുദ്ധിയാണ് അത്രേ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശുദ്ധിയോ ആർക്കാണ്? കാന്തപുരം യാഥാസ്ഥികത ഭാവി ഭൂതം വർത്തമാനം എന്നാണ് ഇന്നലെ കൊണ്ടോട്ടി പരിപാടിക്ക് വന്നപ്പോൾ അവിടെ നോട്ടീസ് കണ്ടത്. അത് തോട്ടുകുട്ടിയുടെ ഭാവി ഭൂതം വർത്തമാനം രണ്ടിൻ്റെ നമുക്ക് പറയാം ലാസ്റ്റ്. അവന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ത്വരീഖത്ത്. ആ ത്വരീഖത്തിലൂടെ പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന മുത്താണ് ഹഖീഖത്ത്. അതോടുകൂടെ ലഭിക്കുന്ന ഒന്നാണ് മഅരിഫത്ത്. അത് കിട്ടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്, അത് സ്വായത്തമാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതേ ശൈഖിന് ചില നിബന്ധനകളുണ്ട്, മുരീദിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ത്വരീഖത്തു ശൈത്വാനിയ, പൈശാചികതയിലേക്കുള്ള ത്വരീഖത്താണ് എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ശൈഖിന്റെ നിബന്ധനകൾ എന്താണ്, മുരീദിന്റെ നിബന്ധനകൾ എന്താണ്, ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായി പറയാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ശൈഖിന്റെ ഒരു നിബന്ധന എന്താണ്? ഇദാലം യകുൻ ഇൽമുൻ ലദൈഹി ബിളാഹിരി വലാ ബാത്തിനി യർമു ബിഹി ലൂജൽ ബഹരി. ലാഹിരിയും ബാത്തിനിയുമായ വിഷയങ്ങളിൽ വിജ്ഞാനം വേണം. ലാഹിരിയും ബാത്തിനിയുമായ വിഷയങ്ങളിൽ വൈജ്ഞാനിക മേഖലയിൽ അവഗാഹം നേടണം. അതില്ലാത്ത നിലക്കൊരാൾക്കും ശൈഖാവാൻ നിർവാഹമില്ല. മുരീദിന് പോലും അങ്ങനെ വേണമെന്ന് അഭിപ്രായപ്പെട്ടവരായി കാണാൻ മന്യന്മാർ. കേട്ടിട്ടില്ലേ മഹാനരായ ഇമാം ഗസാലി തങ്ങൾ, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ, അവരെ പോലെയുള്ള ആളുകൾ എങ്ങനെയായിരുന്നു? കാന ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി വസയ്യിദുൽ മർസി വൽ ഗസാലി വയാഖൂത്തുൽ അർശി ലാ യുദ്ഖിലൂന അഹദൻ ബിത്വരീഖതി ഇല്ലാ ബഅദ തബഹുരിഹി ഫീ ഉലൂമി ശരീഅ. ശരീഅത്തിന്റെ വിഷയത്തിൽ അവഗാഹം നേടിയിട്ടല്ലാതെ ആരും അവരെ ത്വരീഖത്തിൽ പ്രവേശിക്കാറില്ല. ഒരു മുരീദിനെയും ശരീഅത്തിൽ അവഗാഹം നേടാതെ പ്രവേശിപ്പിക്കാറില്ല. അപ്പൊ യഥാർത്ഥ ശൈഖാണെങ്കിൽ പൈനാടത്ത് ജോസഫിന്റെ ബുക്ക് വായിച്ച തോട്ടുമുഖത്തിന് ത്വരീഖത്ത് കടത്തുവോ? അവന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വൈജ്ഞാനികമായ വിഷയങ്ങളിൽ അവഗാഹം നേടണം.
വിജ്ഞാനം വേണം. എത്രത്തോളം അൽ ഫുലുഖുൽ മശ്ഹൂൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞു, തഹാറത്തിന്റെ ബാബ് മുതൽ ഇത്ഖിന്റെ ബാബ് വരെയുള്ള വിഷയങ്ങളിൽ കെട്ടിക്കൊടുക്കുള്ള മസ്അലകൾ, ആ മസ്അലകളിൽ മുനാദറ നടത്തി ആ മസ്അലകളിൽ അവഗാഹം നേടിയവനാണ് എന്ന് തിരിച്ചറിയാതെ ഒരാളെയും നമ്പിക്കൈ പറ്റത്തില്ല, വിശ്വസിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഇൽമിന്റെ മേഖലയിൽ വേണം, ഇൽമിനെ പ്രോത്സാഹിപ്പിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കുറിച്ചറിയണം. അത്വരീഖത്തുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ തൊട്ട് പറഞ്ഞത് കാണാം, മല്ലം യഅരിഫിൽ ഖുർആന വബിളാഹിരിഹി വബാത്തിനിഹി വഅസ്റാരിഹി വഅൻവാരിഹി, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ലാഹിരിയും ബാത്തിനിയുമായി അറിഞ്ഞില്ല, വലം യക്തുബിൽ ഹദീസ് നബവിയ്യ ബിഹുദൂദിഹി വഅഹ്കാമിഹി വലാഹിരിഹി വബാത്തിനിഹി, ലാഹിരിയായിട്ടും ബാത്തിനിയായിട്ടും ഒരിക്കലും അവർക്ക് ഹദീസിനെ കുറിച്ചും വിവരമില്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ പാടില്ല. ഫഇന്നഹു ശൈത്വാനും ഫീ സൂറത്തി ഇൻസാനിൻ, മനുഷ്യക്കോലത്തിൽ അച്ചിട്ട മനുഷ്യന്റെ കോലത്തിൽ വാർത്തെടുത്ത പിശാചാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇൽമു വേണം. ഇവിടെ പരാമർശിക്കപ്പെട്ട അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ അയാളെ കുറിച്ച് വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ടില്ല, എൻ്റെ ബാപ്പയും പോയിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഏലംകുളം സക്കാഫിയുടെ ബാപ്പ ആ തരീക്കത്തുകാരനാണ്, അവിടെ പോകലുണ്ട്. റബ്ബാണ് സത്യം, അങ്ങനെ തെളിയിക്കാൻ ഒരു ഉമ്മക്കൊരാൾക്ക് കഴിയുകയില്ല എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത വിഷയം പറയരുത്. ബഹുമാനപ്പെട്ട എൻ്റെ പിതാവ് 5 വർഷം എന്നെ ദർസിൽ പഠിപ്പിച്ചവരാണ്. അതിൻ്റെ മുമ്പ് 3 വർഷം എൻ്റെ വെല്ലിപ്പൻ്റെ അടുക്കലാണ് ഞാൻ കിതാബ് ഓതിയിട്ടുള്ളത്. എൻ്റെ വെല്ലിപ്പ ദർസ് നിർത്തി, എന്നിട്ട് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് കുരുത്തം തന്ന് പറഞ്ഞയച്ചതാണ്. അങ്ങനെ 5 വർഷം അവിടെ പഠിച്ച് ബാപ്പയോട് ഞാൻ ചോദിച്ചു, ഞാൻ എവിടേക്കാണ് പോവേണ്ടത്? നീ ഒതുക്കുങ്ങലേക്കും മർക്കസിലേക്കും കൊടുത്തു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഞാൻ മർക്കസിൽ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ 3 വർഷം പഠിച്ച് ശൈഖുനായുടെ ശിഷ്യത്വം സ്വീകരിച്ച്, നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ച്, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എന്റെ ഉസ്താദുമാരുടെ പൊരുത്തവും എനിക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. അത് എന്റെ മരണം വരെ ഞാൻ ഉപയോഗപ്പെടുത്തും. ഏത് കള്ളത്തരീഖത്തുകാരനാണെങ്കിലും അവനെ മൂലക്കിരുത്താൻ ഇൻഷാ അല്ലാഹ് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്, അറിയാത്തതിൽ ഇടപെടരുത്, മോശമാണ്. റബ്ബ് ചോദിക്കും, ആഖിറം ചോദിക്കും. എൻ്റെ പിതാവ് 2 മാസം മുൻപ് സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അല്ലാഹുവേ അവിടത്തേക്കുള്ള ദർജ വർദ്ധിപ്പിക്കണം തമ്പുരാനെ, അവിടത്തേക്ക് മഗ്ഫിറത്ത് നൽകണം തമ്പുരാനെ. ഈ വിനീതൻ അന്ന് മുതൽ ഇന്ന് വരെ കിട്ടുന്ന വേദികളിൽ എൻ്റെ പിതാവിന് വേണ്ടി ദുആയിരക്കാറുണ്ട്, എൻ്റെ അമ്മോശൻ നെല്ലിക്കുത്ത് ഉസ്താദിന് വേണ്ടി ദുആയിരക്കാറുണ്ട്, അതുപോലെ ഉസ്താദുമാർക്ക് വേണ്ടി ദുആയിരക്കാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് തന്നെയാണ് മുതൽക്കൂട്ടുള്ളത്. മാത്രമല്ല എൻ്റെ കൂടെ പോരുന്നവർക്കറിയാം, എൻ്റെ സീഡ് കേട്ടവർക്കറിയാം, ഞാൻ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന് ദുആയിരക്കാറുണ്ട്, പാണക്കാട് തങ്ങൾക്ക് ദുആയിരക്കാറുണ്ട്. നമുക്കൊന്നും ആ വിഷയത്തിൽ ഒരു ലുപ്തതയുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് സമുദായത്തിലും കുടുംബങ്ങളിലും അനൈക്യമുണ്ടാക്കുന്ന പ്രവണത അവസാനിപ്പിക്കലാണ് നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, എൻ്റെ പിതാവ് ഇൽമിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് എന്നെ അവിടേക്ക് പറഞ്ഞയച്ചു. ഒരാൾ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ മർക്കസിക്ക് പറഞ്ഞേക്കേണ്ട, ജോലി ഇട്ടൂലെന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞു, ജോലിക്ക് വേണ്ടിയിട്ടല്ല കുട്ടികളെ ഇൽമിനെ പഠിപ്പിക്കുന്നത്, ഒരിക്കൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോട്ടെ എന്നാ പറഞ്ഞത്. വഫാത്ത് വരെ, മരണം വരെ ഞങ്ങളുടെ നാട്ടിലെ SYSന്റെ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, ഞാൻ സെക്രട്ടറിയുമായിരുന്നു എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. എന്തെല്ലാം പറയാനുണ്ട്, എന്തെല്ലാം പഠിപ്പിക്കും. റബീഉൽ അവ്വൽ ആസന്നമാകുമ്പോൾ 10 സലാത്ത് എല്ലാം പറഞ്ഞൂടെ? അത് പറയാനും വേണ്ട ഒരു ഹല്ല്, ഓവാലത്തിൻ്റെ ആയിരിക്കാം നാവ്, തുണിയാസനം മാത്രം വരുന്നൊരു നാവ്, ചീത്ത മാത്രം വരുന്നൊരു നാവ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവിടെ വന്യരായ ഷെയ്ഖുനെയും താജുൽ ഉലമയെയും ഖലീൽ തങ്ങളെയും പരിഹസിച്ച വ്യക്തി, തോട്ടുമുക്കക്കാരൻ, ഞാൻ അയാളെ വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല. അയാൾ കല്യാണത്തിന് കോഴി വാങ്ങിയിട്ട് കാശ് എന്നും കൊടുത്തിട്ടില്ല എന്നുള്ള വിവരം ഞാൻ ഇവിടെ പറയുന്നില്ല.
വേങ്ങരെന്ന് പാല് കുടിച്ച പൈസ ഇന്നും താത്താക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള വിഷയം പറയണില്ല. എനിക്ക് 400 ഉറുപ്പിക എന്നും തരാനുണ്ട്, ആ കാര്യം ഞാൻ പറയണില്ല. പത്തപ്പീര്യത്തിന് കൊടുക്കാനുള്ള വിഷയവും ഞാൻ പറയണില്ല. വെല്ലമ്പർ അബ്ദുൽ ഹമീദ് സഖാഫിക്ക് കൊടുക്കാനുള്ള ഭാര്യയുടെ വളയുടെ വിഷയവും ഞാൻ പറയണില്ല. വിശുദ്ധി വിശദീകരിക്കരുത്, പറയേണ്ടി വരും. 39 ആളെ ലിസ്റ്റിൻ്റെ അടുത്തുണ്ട്. ഇങ്ങോട്ട് ഓരോ വിശുദ്ധി പറയണത്. പൊന്നാര കുഞ്ഞുകുട്ടികളെ, 3 സംസാരിക്കാൻ പ്രയാസമുള്ള കൊഞ്ഞപ്പടുള്ള ആൾക്കാർ ഒരു വൈക്ക് ഇങ്ങനെ പോകുക അത്രേ. അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു നോക്കതോ മാനത്തത് നെത്തത്തതെന്ന്. അപ്പം രണ്ടാമത്തെ ആൾ ഇത് തെങ്ങായി എൻ്റെ നാവിൻ്റെ ഒരു ഒതിവയിൽ. ആ മൂന്നാമത്തെ ആൾ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളതൊക്കെ എങ്ങനെ വൻസാദം പറയാം, മൻസന്മാരത് എങ്ങനെ മുന്തുകയാണ്. 3 ആക്കും വേണം. ഈ നിലക്കൊക്കെ വർത്താനം പറഞ്ഞിട്ട് എന്തിനാണ് ഈ ഏർപ്പാക്കുന്നത് സുഹൃത്തുക്കളെ? അതുകൊണ്ട് അങ്ങനത്തെ വിഷയമൊന്നും ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. പക്ഷെ പരാമർശിക്കേണ്ടടുത്ത് പരാമർശിക്കും, വിഷയങ്ങൾ പറയേണ്ടടുത്ത് പറയും. ഗുളികയായിട്ടുള്ളൂ, പിന്നെ ഒരു മൈനർ സർജറി, പിന്നെ ഒരു മേജർ സർജറി, അവസാനം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പരാമർശിക്കപ്പെട്ട ആ ശൈഖിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഇൽമിൻ്റെ ഇപ്പോൾ ഒരു വിഷയം അതാണല്ലോ, തഅലീമിനെതിരാണ്, ഇൽമു പഠിക്കുന്നതിനെതിരാണ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഞങ്ങളൊക്കെ ഇൽമു പഠിച്ചോരല്ലേ, നിങ്ങൾ ഉൽമു പഠിച്ചോരാ, ഇൽമു പഠിച്ചോരല്ല, അതുകൊണ്ട് അവിടെ എത്തിയത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞല്ല, അപ്പം അദ്ദേഹം ഇൽമു പഠിപ്പിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഇപ്പം എൻ്റെ അടുക്കലുള്ള 2ാം മുദർരിസ് അബ്ദുൾ റഷീദ് സഖാഫി മേലാറ്റൂരിൻ്റെ അമ്മാവനാണ് ഇയാൾ, വലിയമ്മാവൻ. എന്ന് വെച്ചാൽ അയാളുടെ പെങ്ങളുടെ പേരക്കിടാവാണ് എൻ്റെ അടുത്ത് ഇന്ന് നിൽക്കുന്ന അബ്ദുൾ റഷീദ് സഖാഫി മേലാറ്റൂർ എന്ന് പറഞ്ഞ ആൾ. അയാൾ പലപ്പോഴും ഇവിടെ പോവാറുണ്ട്. അവിടെ പോയിട്ട് എത്രയധികം ആ മക്കാമിൽ നിന്ന് അടി വാങ്ങി, ചോര പൊട്ടി. എന്തിന്? ഒരാൾ ഖബറിന് സുജൂദ് ചെയ്യുന്ന സമയത്ത് അയാളെ വലിച്ചിട്ടപ്പോൾ അടിച്ച് ചോര പൊട്ടുക വരെ ചെയ്തു. അവിടെ സുജൂദ് നടക്കണില്ല. എന്നാ പിന്നെ എന്താണ് ബോർഡ് എഴുതി വെച്ചിരിക്കണം? സുജൂദ് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോർഡുണ്ട് ഫത്തുൽമീൻ്റെ ഇബാറത്ത് വെച്ചിട്ട് ആ മക്കാമിൽ. ഇനി ചിലപ്പോൾ ഈ വയല് കേട്ടിട്ട് ചിലപ്പോൾ വല്ല ഈ നെറ്റിലോ അതിലൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ഓല് ചിലപ്പോൾ ഇപ്പം പോയിട്ട് പറിച്ച് മാന്താൻ നിൽക്കണ്ട, അവിടെ നിന്നോട്ടെ. എന്തിനാ സുജൂദ് ചെയ്തതെന്ന് എഴുതി വെച്ചത്? കുമ്പളം കട്ടോൻ്റെ തോളിൽ നോക്കിയാൽ പോരെ. അപ്പൊ അങ്ങനെയുള്ള വിഷയം എന്നിട്ടോ ഈ സാധുക്കളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 പറയാ. ഉളുപ്പില്ല ചങ്ങായിമാരെ, ഉളുപ്പം പാത്രത്തിൽ കുടഞ്ഞൊരു തുള്ളി ഉണ്ടെങ്കിൽ ഇജ്ജാതി വർത്താനം പറയും. അപ്പൊ ശൈഖിന് ചില നിബന്ധനകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് അറിവ്. അല്ലാഹി എന്ന് പറയുന്ന വ്യക്തിക്ക് 4 ആൺമക്കളുണ്ട്. 4 ആളുകളെയും ഇൽമു പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള മൂല്യമാരല്ല. സാലിയാവട്ടെ, കുഞ്ഞിപ്പയാവട്ടെ, കാതിറാവട്ടെ, ആരാവട്ടെ, ആ മേഖല പറഞ്ഞിട്ടുള്ള മരുമക്കളെയും മൂല്യമാരായി സ്വീകരിച്ചിട്ടില്ല. അതൊന്നും ഇൽമിനെ സ്നേഹിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതിന് മാനദണ്ഡമായി പറയുന്നില്ല. പക്ഷെ പറയിപ്പിച്ചത് കൊണ്ട് വിഷയം വിശദീകരിച്ചു എന്ന് മാത്രം. ആ വ്യക്തിത്വത്തെ ഞാൻ വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടേക്ക് പോയിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചും അവരുടെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വെള്ളിലെ ദർസ് നടക്കുന്ന കാലത്ത്, ആ ദർസിന്റെ സമയത്ത് ജമാഅത്ത് നടക്കുമ്പോൾ കുറെ ആളുകൾ വിക്രം മുട്ടിയിട്ട് ഇംഗ്ലീഷ് മീൻ്റെ മാർക്ക് ഇങ്ങനെ ടുട്ടും ചൊല്ലി നിൽക്കുന്നുണ്ട്. ജമാഅത്തിന് ഇക്കാമത്തോട് കൊടുത്താൽ കാണാൻ എണീറ്റ് പോകണം. ചിലപ്പോൾ ഉണ്ടല്ലോ വാങ്ങ് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ പോകുന്ന ഹദീസിലില്ലേ, ഇതേപോലെ എണീറ്റ് പോകുന്നപ്പോൾ ബാപ്പ അവർക്കെതിരെ ശക്തിയായി സംസാരിച്ചു. വെള്ളിലെ മഹല്ല് കമ്മിറ്റിന്റെ കീഴിൽ വയല് സംഘടിപ്പിച്ചപ്പോൾ എൻ്റെ വയലിലും ശക്തിയായി പറഞ്ഞു. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പിതാവിനുണ്ടായിരുന്നു. ബാപ്പായെ പല നിലക്കും ഇവർ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. കാരണം ഇവർക്ക് ഇന്നത് ചെയ്തൊടാനൊന്നുമില്ല. വെള്ളിലെ നല്ല വയല് കിടക്കായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അങ്ങനെ വയലിങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം ഉസ്താദ് അവറുകളുടെ മുസാഫത്ത് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് സ്വലാത്തും ചൊല്ലി ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ ബക്കറ്റിലിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ആ ശൈലിയിൽ ഇങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്കൂൾ അധ്യാപകനായ ഈ ത്വരീക്കത്തിലുള്ള ആള് ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിൽ നിറയെ നായ്ക്കൊരണ ഉണ്ടല്ലോ, നായ്ക്കൊരണ, ഈ നായ്ക്കൊരണ കൊണ്ടിട്ട് ഒരൊറ്റ തേക്കല പേരോട് ഉസ്താദിന്. ആ ഭാഗത്ത് ഈ തെരീക്കത്ത് നായ്ക്കൊരണ തെരീക്കത്ത് എന്നറിയപ്പെടുക. അങ്ങനെ ഇട്ടു, ഇട്ടാരമ്പൊക്കെ ഒഴിഞ്ഞിക്കുക, ആരാൻ തിരിച്ചറിയാതെ. ഇയാളൊരൊറ്റ ഓട്ട കല്ലി തിരിഞ്ഞു, ആളെ പിടിച്ചു, ഷട്ടറിൻ്റെ ഉള്ളിലാക്കി. ഒരു ചെറിയൊരു കലാപരിപാടിയൊക്കെ അവിടെ നടന്നു. പിറ്റേന്ന് കുറേ ആളുകൾ, നാട്ടിലത്തെ ചുമട്ട തൊഴിലാളികളും അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, സ്കൂളിൽ പോയിട്ട് ഇയാളെ ഈ സ്കൂളിൽ പഠിപ്പിച്ചാൽ ഞങ്ങളെ കോലം മാറും, അതുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ല.
അവസാനം അയാളെ അവിടുന്ന് പുറത്താക്കി. ആകെ വിഷമിച്ചു. ഇയാളാകെ നാട്ടുകാരടിയിൽ നാറി, വീട്ടുകാരടിയിൽ നാറി, ആകെ പേരും വീണു, ആകെ പ്രശ്നമായി. അവസാനം പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. പാപ്പ പറഞ്ഞു, ഇങ്ങനെ ഒരു ആൾ ഇൽമുനെ പറയാൻ വേണ്ടി, വയലു പറയാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെയല്ല ചെയ്തത്, അയാളെ പോയി പൊരുത്തപ്പെടിച്ചളാറുന്നു. അങ്ങനെ കുറ്റ്യാടി പോയിട്ട് പൊരുത്തപ്പെടിക്കേണ്ടി വന്നു. ഇതൊക്കെ മയസറിയത്തെ വിഷയമല്ല പറഞ്ഞിട്ട് ദുന്യാവിത്തെ വിഷയ. ഉഗാണ്ടയിൽ പോണ്ട, ഹെയ്റ്റി പോണ്ട, വെള്ളിലെ പോയാൽ മതി, ഈ മഞ്ചേരി. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങള് സമുദായത്തിലെ അക്രമ മനോഭാവത്തോട് കൂടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പല്ലും നഖവും ഉപയോഗിച്ച് അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, അങ്ങനെയാക്കും, അതുണ്ടാവൂല, ഇതുണ്ടാവൂല, തലി കെട്ടിട്ടാൻ തല ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവരൊക്കെ എന്താ ആടിന്റെ കസാപ്പ പണി? ഇജാതി ഭീഷണികളും അതുപോലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരുപാട് നിബന്ധനകളുണ്ട്. ഷെയ്ഖിന്റെ ഒരു നിബന്ധന മാത്രമാണ് പറഞ്ഞത്, 64 നിബന്ധന. തൻമീറുൽ ഖുലൂബും സഹറാനി ഇമാമിന്റെ ഗ്രന്ഥങ്ങളും അൻവാറുൽ ഖുദ്സിയയും അൽ ഖവായിദ് സൂഫിയയും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറിച്ചു നോക്കിയാൽ കാണും മുരീദിനുമുണ്ട് ചില നിബന്ധനകൾ. എന്താണ് മുരീദിന്റെ നിബന്ധനകള്? ഒന്നാമതായി ത്വരീഖത്തിൽ പ്രവേശിക്കാനുള്ള ചില വിഷയങ്ങളും ചില നിയമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട്. ശരീഅത്തിന്റെ വിഷയത്തിൽ അവഗാഹം നേടേണ്ടതുണ്ട്. ആ നിലക്കെ മുരീദന്മാരാവാൻ നിർവാഹമുള്ളൂ. അങ്ങനെ ഒരു യഥാർത്ഥ മുരീദാണോ? വലാ തറയൗ ഫിൽ അർളി ദുനക മുഅ്മിനാ വലാ കാഫിറൻ ഹത്താ തുഗയ്യബ ഫിൽ ഖബരി വലാതറയം ഫിൽ അർളി, ഭൂമിയിൽ ഒരാളെയും കാണരുത്, നിന്റെ താഴെയാണെന്ന് വിചാരിക്കരുത്. വലാ കാഫിറൻ, കാഫിറിനെ കാണരുത്. ഒരു സത്യവിശ്വാസിയെയോ ഒരു അവിശ്വാസിയെയോ തന്റെ താഴെയാണെന്ന് കാണരുത്. ആഖിബത്ത് എങ്ങനെയാണെന്നറിയില്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ. ആ നിലക്ക് സൂക്ഷ്മതയുള്ളവരാണ് മഹാരഥന്മാർ. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്വാമി റളിയല്ലാഹു അൻഹു, അതുപോലെ അഖൂത്തുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു, അവരെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചതായി കാണാം. അവിടുന്ന് പറയുന്നു, قال أبو يزيد البسطامي رضي الله عنه ما دام العبد يظن أن في الخلق من هو شر منه فهو متكبر. തന്നേക്കാൾ താഴെയാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാള് എന്ന് വിശ്വസിച്ചാൽ അവൻ മുതകബ്ബിറാണ്, അവൻ ധിക്കാരിയാണ്, അവൻ അഹങ്കാരിയാണ്. അതുകൊണ്ട് അഹങ്കാരം വെച്ച് നടക്കുന്നവരെ ഒരിക്കലും അതിന് ഭൂഷണമല്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് അബുൽ ഹസൻ അൽ ഖറദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മഹാൻ കാന മിനൽ ഫുഖാഇ അൽ ഉലമാ, വലിയ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ്. അവിടുന്ന് ഒരു ദിവസം വഹുവ യംശി ഫീ യൗമിൻ ശതാതി കസീരിൽ മതർ വത്തീൻ, ശക്തിയായി മഴ പെയ്യുന്ന, ശക്തിയായി കാറ്റടിക്കുന്ന, ചളിയും വെള്ളമൊക്കെയുള്ളൊരു മേഖലയിലൂടെ അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ബഹുമാനപ്പെട്ടവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വരമ്പിലൂടെ നടക്കുമ്പോ ഒരു നായ വരുന്നുണ്ട്. നായ വരെ മൗലവി അറിയില്ല, നാഴ. ഈ നായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഈ പണ്ഡിതൻ എന്തു ചെയ്തു? ഉടനെ വരമ്പിൽ നിന്ന് താഴോട്ടിറങ്ങി നായക്ക് വഴിമാറി കൊടുത്തു. എന്തേ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത്, ഞാൻ വലിയ ദോഷിയാണ്, ഈ നായ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നേക്കാൾ ഖൈർ ഒരു പക്ഷേ ഈ നായയേക്കാമെന്നാ പറഞ്ഞത്. ഈ നിലക്കുള്ള വിനയമാണ് ഒരു യഥാർത്ഥ മുരീദിന് വേണ്ടതെങ്കിൽ. ഇവിടെ പ്രസംഗിച്ചവർ മുരീദുമാരാണോ? എന്ത് വിനയമാണുള്ളത്, എന്ത് വിനയമാണുള്ളത്! ഒരു ശരിയായ മുരീദാണോ? വിനയം വേണ്ടേ? കിതാബിലില്ലേ? ഗ്രന്ഥങ്ങളിലില്ലേ? മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിനയത്തോടെ നടക്കുക എന്നത് ഏതൊരു വ്യക്തിക്കും വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ്. മുൻഗാമികൾ പഠിപ്പിച്ച വിഷയമാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മുരീദുമാരാകുന്നത്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ.
ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾ കേരളക്കരയിലൊക്കെ ഓരോ തരീഖത്തുകാരടുക്കൽ ഇങ്ങനെ പോയാൽ സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാണ് അവസ്ഥ. അഹങ്കാരത്തോടു കൂടെ നടക്കുന്നവർ, ഞങ്ങൾ പറയുന്നത് ശരി, ഞങ്ങൾ തന്നെ ഇങ്ങനെ, അതെന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയ കേരളത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ 209 കള്ളത്തരീഖത്തുകളുണ്ട്. ഇനിയും ഉണ്ടാവാം. എന്തൊരവസ്ഥയാണ്. ഓരോ ആളുകൾക്കും കള്ളത്തരീഖത്തായ ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമുക്ക് ഒരുപാട് അറിയാം. ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞ തരീഖത്തുണ്ട്. പുകയില്ലാത്ത അടുപ്പും ശരീഅത്തില്ലാത്ത തരീഖത്തും അവിടുന്ന് ഇറക്കുമതി ചെയ്യണത് അല്ലേ? പരസ്യം കണ്ടിട്ടില്ല നിങ്ങൾ? പുകയില്ലാത്ത ആലുവ അടുപ്പുകൾക്ക് സമീപിക്കുക അല്ലേ? ഈ നിലക്കുള്ള ആലുവ തരീഖത്ത് അയാൾക്ക് ഒരുപാട് പ്രത്യേകതകൾ അവർ പറയുന്നുണ്ട്. അവരുടെ പുസ്തകമുണ്ട്, വെളിച്ചം എന്നൊരു പുസ്തകം. അതിലുള്ള വിഷയങ്ങൾ മുഴുവൻ ഇരുട്ടാണ്. കാരണം ഒരുപാട് 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 വിഷയങ്ങൾ അതിലുണ്ട്. അതിൽ കാണാം അബ്ബാസ് ഫൈസി വഴിക്കടവ് എന്ന് പറയുന്ന വിദ്വാൻ ഷെയ്ഖിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഷെയ്ഖിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാൻ, എന്തൊക്കെയാണ് ബാല്യം, എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ചോദിച്ചിട്ട്, നിങ്ങൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ 3 ദിവസം താമസിച്ച് വാശി പിടിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? അപ്പോൾ അത് വിശദീകരിച്ചാൽ മോശമല്ലേ? മുരീദന്മാരായ ഞങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചാലും. വിശദീകരിച്ചപ്പോൾ എന്താ അതിലുള്ളത്? 3 ദിവസം മൂപ്പരെ അംഗീകരിക്കുന്ന തരീഖത്തിൽ കൂടി ആൾക്കാർക്ക് സ്വർഗം കൊടുത്താലേ പുറത്തേക്കിറങ്ങുള്ളൂ എന്ന് വാശി പിടിച്ചു. അത്രേ സ്വർഗം മേനിക്കുമ്മൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒന്ന് കണ്ടപ്പോ ഒന്ന് അഭിനയിച്ചു നോക്കി എന്ന് മാത്രം. അങ്ങയുടെ കയ്യിൽ എന്താണ് ഒരു കല? അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ റൗളയിലേക്കൊന്ന് പോയി, പാസ്പോർട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ റൗളയിലേക്ക് പോയപ്പോൾ അവിടുന്ന് മണ്ണ് മാന്തി 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 റസൂലുള്ളാഹി എനിക്ക് കൈ തന്നു. ആ കൈ തന്നപ്പോൾ മുത്തണ്ട ആഗ്രഹത്തിൽ ഞാനൊന്ന് വലിച്ചപ്പോൾ മുറിയായതാണ്. ഓ, അങ്ങയുടെ വിയർപ്പിന് നല്ല സുഗന്ധമാണല്ലോ. അത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേക ഉമദിന് കിട്ടിയോടുകൂടെ എൻ്റെ വിയർപ്പൊക്കെ വല്ല സുഗന്ധമാണ്. 2 ദിവസം കുളിക്കായിരുന്നു നോക്കണ്ടേ. അപ്പൊ ഈ നിലക്ക് ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ച് ആ തരീഖത്തിൽ പ്രവേശിക്കാത്തവർ കാമിലായ മുഅ്മിനാവുകയില്ല, അതുകൊണ്ട് അവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് വരെ വാദിക്കാൻ തുടങ്ങി. പിന്നെയോ ആദ്യം അങ്ങനെ കരാറെടുക്കലാണ്. ദിക്റ് അല്ല, ദിക്റ് നല്ലതാണ്. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ഒരുപാട് ദിക്റ് ചൊല്ലണം. അല്ലാഹു ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ, ശാക്കിരീങ്ങളിലുള്ള നമ്മയൊക്കെ പെടുത്തുമാറാവട്ടെ. 25 ലക്ഷമാണ് ദിക്റ് കൊടുക്കുക. അങ്ങനെ 25 ലക്ഷം ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ കുൻ എന്നുള്ളതിൻ്റെ സിറ് പറഞ്ഞു കൊടുക്കും. 25 ലക്ഷം, 5 എണ്ണം മലക്കേക്ക്, 5 എണ്ണം മുഅ്മിനീങ്ങൾക്ക്, 5 എണ്ണം മൂപ്പരിക്ക്, 5 എണ്ണം കുടുംബം, ഇങ്ങനെ ഒരു 5 ലക്ഷം. ഈ 5 ലക്ഷം ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഈ 25 ലക്ഷം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈബത്തും ആകാം, നമീമത്തും ആകാം, കുറ്റമാകാം, പിത്തനാകാം, ഫസാദാകാം, ആരോടും ഒരു ഇടപാടുമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഇതാ ഇങ്ങനെ 25 ലക്ഷം ചൊല്ലിക്കഴിഞ്ഞാൽ കുൻ എന്നുള്ളതിൻ്റെ സിറ് കിട്ടും. എന്താ കുൻ എന്നുള്ളതിൻ്റെ സിറ്? കാഫ് അലി, പിന്നെ ആ നൂനുണ്ടല്ലോ, നൂനിൻ്റെ ചട്ടി, അത് ഫാത്തിമ, പിന്നെ ആ നൂനിൻ്റെ പുള്ളില്ലേ, ആ പുള്ളി ഹുസൈൻ ഹസൻ റളിയല്ലാഹു അൻഹുമ. ഇതാത്ര എൻ്റെ സിറ്. ഞാൻ 25 ലക്ഷം ചെല്ലാതെ തന്നെ ലാഭമായിട്ട് കിട്ടി എനിക്ക് അതിൻ്റെ സിറ്. അപ്പൊ ഈ നിലക്ക് ഒരുപാട് വാദങ്ങൾ ആ തരീഖത്തിന്റെ ആളുകൾ വിശദീകരിക്കുന്നു. അവരുടെ വിഷയങ്ങൾ വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മരുമകൻ ആ തരീഖത്തിലാണ്. 85ാം വാർഷികത്തിന് വെല്ലുവിളിച്ചത്, നമ്മളെ മുമ്പ് വെല്ലുവിളിച്ചത് ആരാ? മരുവനാണ്. ഈ മരുക്കളെ കഥയൊക്കെ പറയുന്ന ചില ആൾക്കാരില്ലേ, അയാൾ മരുവൻ എന്താ അങ്ങനെ ആയത്, ഇങ്ങനെ ആയത്? ആദ്യം കൊണ്ടോട്ടങ്ങാടി പോയി ചോദിക്കി, എങ്ങനെ ആയത്? അത് ശരി, ഇങ്ങനെ സെൽഫ് ഗോളാ, അവനാൻ്റെ പോസ്റ്റക്ക് ഗോളടിക്കരുത്, വസലാക്കരുത്, സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ചില നിബന്ധനകളും വിഷയങ്ങളൊക്കെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിനയം വേണം. അതുപോലെ തന്നെ ആദാബ് സുലൂക്കിൽ മുരീദി എന്ന ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. അവിടുന്ന് നേരത്തെ സുബഹിയുടെ മുമ്പ് തന്നെ എണീക്കാറുണ്ട്.
എങ്ങനെ ബഹുമാനപ്പെട്ടവർ എണീറ്റുകൊണ്ട് അവിടുന്ന് വുളൂ ചെയ്ത് ഖഹ്വയുണ്ടാക്കി തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് എനർജിക്ക് വേണ്ടി ഖഹ്വ കുടിക്കും. ആ ഖഹ്വ കുടിക്കുന്നതിന്റെ മുമ്പ് 3 ഫാത്തിഹ ഓതാറുണ്ട്. ഒന്നാമത് ലോക മുസ്ലിമീങ്ങളുടെ ഗുണത്തിന് വേണ്ടി, രണ്ടാമത്തത് മരണപ്പെട്ടവർക്ക് വേണ്ടി, മൂന്നാമത്തത് സ്വന്തത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി യാ ഖവിയ്യു യാ ഖവിയ്യു യാ ഖവിയ്യു എന്ന ദിക്ർ 116 പ്രാവശ്യം ചൊല്ലും. എന്തിനാണത്? ഹൃദയത്തിന്റെ ആരോഗ്യത്തിനാണ്. അറ്റാക്ക് രോഗികളോട് മുൻഗാമികൾ പറഞ്ഞത് കാണാം, യാ ഖവിയ്യു എന്ന ദിക്ർ. ഏതാ ദിക്ർ പറഞ്ഞത്? യാ ഖവിയ്യു എന്ന ദിക്ർ. യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്. ഇത് 116 പ്രാവശ്യം ഹൃദയത്തിന്റെ പേഷ്യന്റ്, ഹാർട്ടിന്റെ പേഷ്യന്റ്, നെഞ്ചുവേദനയുള്ളവരോട് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നും 116 പ്രാവശ്യം അവിടുന്ന് ചൊല്ലുമായിരുന്നു. എന്നിട്ടേ അവിടുന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ വലിയ മഹാൻ ഒരു ദിവസം പള്ളിയിലിരിക്കുമ്പോ ശരീരമാസകലം മുറിവ് പറ്റിയിട്ട് ഒരാൾ വന്നു. ഉസ്താദേ, ഞാനൊരു ഫത്വ ചോദിക്കാൻ വന്നതാണ്. എന്താ മോനെ ചോദിക്കാനുള്ളത്? എനിക്ക് റബ്ബ് ശിക്ഷിക്കാത്ത രൂപത്തിൽ, നരകത്തിൽ കടക്കാത്ത രൂപത്തിൽ എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യണം. അതിനുള്ള വകുപ്പൊന്ന് പറഞ്ഞു തരൂ. ഈ ദുനിയാവിൽ എനിക്ക് ജീവിച്ച് പൂജ തീർന്നിട്ടുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ഞാൻ വലിയ ദരിദ്രത്തിലാണ്, വലിയ കടക്കാരനാണ്. വഴിയിൽ വെച്ച് കടക്കാരൻ എന്നെ ആക്രമിച്ച് എന്റെ മുഖത്തേക്ക് ചവിട്ടി എന്റെ മക്കളുടെ മുമ്പിലിട്ട് എന്നെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ മരണത്തിൽ അഭയം പ്രാപിച്ചാലോ ആഖിറത്തിൽ ഞാൻ ശിക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു വകുപ്പ് പറഞ്ഞു തരണം. റബ്ബിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടാത്ത നിലക്ക്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോനെ നീ നാളെ വന്നോ. അന്ന് രാത്രി അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. അന്ന് സ്വപ്നത്തിന് വിലക്കില്ലാത്ത കാലാണ്. ഇപ്പല്ലേ സ്വപ്നം കാണണമെങ്കിൽ ചില ആഫീസുകളിൽ നിന്ന് ചീട്ട് വാങ്ങണം എന്നുള്ള വാദം വന്നത്. ഏതായിരുന്നാലും അവിടുന്ന് സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് നിർദ്ദേശിച്ച ദിക്റിന്റെ സമാഹാരമാണ് ഹദ്ദാദ് റതീബ്. കേട്ടോ, ആ ഹദ്ദാദിനെ ആ രൂപത്തിൽ ഉണ്ടാക്കിയ മഹാൻ കടൽക്കരയിലൂടെ നടക്കുന്ന സമയത്ത് വിശാലമായ ആകാശവും വിശാലമായ ഭൂമിയും കണ്ട് അവിടുന്ന് അത്ഭുതത്തോടെ യാ ഹന്നാനു യാ മന്നാനു എന്ന് പറഞ്ഞപ്പോ യാ അബ്ദുല്ലാഹ് സൽ തുഅത, ഓ അബ്ദുല്ലാഹ് ചോദിച്ചോ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന അശരീരി പോലും കേട്ട വലിയ മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുനീദ് ജുമുഅ ജമാഅത്ത് ഒഴിവാക്കരുത്. ജുമുഅ ജമാഅത്ത് ഒഴിവാക്കരുത്. പറയൂ, ജുമുഅ ജമാഅത്തുകൾ ഒഴിവാക്കുന്ന മുരീദുമാരില്ലേ? മുരീദുമാരുടെ കൂട്ടത്തിൽ പല ആളുകളുമുണ്ട്. മുരീദുമാരുടെ കൂട്ടത്തിൽ സുബഹി നിസ്കരിക്കാത്തവരുണ്ട്. മുരീദുമാരുടെ കൂട്ടത്തിൽ ഒറ്റ വഖ്ത് നിസ്കരിക്കാത്തവരുണ്ട്. ഇന്ന് പറയപ്പെട്ട തരീഖത്തില് ഒരുപാട് ദിക്ർ ചൊല്ലി ചൂടാകുമ്പോ കഞ്ചാവ് അടിക്കാന്ന് പറഞ്ഞവരുണ്ട്. തൊട്ട് കാണിച്ചാൽ വേണമെങ്കിൽ ഈ തരീഖത്തിൽ പ്രവേശിക്കുന്ന ആൾ ഈ പറയപ്പെട്ട തരീഖത്തിൽ പ്രവേശിച്ച ആൾ ദിക്ർ ചൊല്ലി ചൂടാകുമ്പോ തണുപ്പിക്കാൻ വേണ്ടി കഞ്ചാവ് അടിക്കാം എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാത്തവരുണ്ട്. ഞങ്ങളുടെ മഹലിന്റെ അയൽ മഹലിലെ നാട്ടുകാരനായ അമ്പായക്കോടൻ അബു എന്ന് പറഞ്ഞ മുസ്ലിയാരി എന്ന ആൾക്കാർ കൂട്ടി പറയാറുണ്ട്, ഒറ്റ വക്ത് നിസ്കരിക്കാറില്ല. മൈക്കട്ടിട്ടാ പറയണത്. ആൾക്കാർ പലരും കേൾക്കുന്നുണ്ടാവും. അയാളെ തൊട്ട മഹലിലാണ് ജോലി ചെയ്യുന്നത്. ജുമുഅക്ക് വരാത്തതിന്റെ പേരിൽ അവിടുത്തെ ഉസ്താദുമാർ പലപ്പോഴും തെറി പറയാറുണ്ട്, ചീത്ത പറയാറുണ്ട്. അയാളെ തരീക്കത്തിന് പോത്തും തരീക്കത്ത് എന്ന് അറിയപ്പെടല്. കാരണം വേറെയാണ് ചോദിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. ഈ നില